സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചർച്ച നടത്തി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും തമ്മിലാണ് ചർച്ച നടത്തപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇപ്പോഴത്തെ നിലവിലെ സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇറാൻ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തിയിട്ടേ ഇല്ല. അവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ പല മീഡിയക്കാരും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സാധാരണ ഇതിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാറുമില്ല. ഇപ്പോഴത്തെ നിലവിലെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത് UAE പൊടുന്നനെയുള്ള നിലപാടാണ്. ഇത് യഥാർത്ഥ സൗദി അറേബ്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്ന്, ഒപ്പക്കിൽ നിന്ന് അവർ പിന്മാറി. രണ്ടാമത്, അറബ് ലീഗിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം UAE നടത്തി. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് നിരാശാജനകമാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ആ തരത്തിലാണ് അവർ പോകുന്നത്. എന്നാൽ ഇതിന് മറുപടി എന്ന പോലെ തന്നെ ഒരു അറബ് രാജ്യത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പേരൊന്നും ഇതിൽ കാണുന്നില്ല. അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഈ ഒരു വൈകാരികപരമായിരിക്കുന്ന ബന്ധങ്ങളും ഇടപെടലും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒപ്പക്കിൽ നിന്ന് പിന്മാറിയത് അത് രാഷ്ട്രീയപരമായിരിക്കുന്ന എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുകയാണ് മറ്റ് രാജ്യങ്ങൾ ചെയ്തത്. കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം UAEക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള സഹകരണം. അതൊരിക്കലും സൗദി അറേബ്യക്ക് ഇഷ്ടമുള്ളതല്ല, താല്പര്യമുള്ള കാര്യമല്ല. ഇറാനും അങ്ങനെ തന്നെയാണ്. കാര്യം പരസ്യമായ രീതിയിൽ ഇസ്രായേലിന് സഹായം തേടുക, ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ അയൺ ഡോം പോലെയുള്ള സംവിധാനത്തെ സൃഷ്ടിക്കുക, അതിന് കാവലിരിക്കുക, അതുമായി ബന്ധപ്പെട്ട്